നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂരിന് ലഭിച്ചത് 101 അംഗങ്ങളുടെ പിന്തുണ. കൊടകരയിൽ പാഴ്സൽ ലോറിയിൽ കടത്തിയ രാസലഹരി റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചെന്ത്രാപ്പിനി സ്വദേശി മുഹമ്മദ് ഫാസിൽ അറസ്റ്റിൽ. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിൽ മോഷണം. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കിഴൂർ സ്വദേശി ബാബുവാണ് മരിച്ചത്. ചാവക്കാട് ചരക്ക് ലോറി ഇടിച്ച് കടകൾ തകർന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. പുതിയ പാലത്തിനോട് ചേർന്ന് നടപ്പാതയും ഒരുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിന്റെ മുകളിൽ ന്യൂനമർദ്ദപ്പാത്തിയും ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. വാർത്തകൾ വിശദമായി. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. 101 വോട്ടുകൾക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടം സ്പീക്കറായതിനാൽ G. സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂരിനെ സ്പീക്കർ കസാരയിലേക്ക് ആനയിച്ചു. CPMലെ AC മൊയ്തീനും BJPയുടെ BB ഗോപകുമാറുമായിരുന്നു LDFനും NDAയ്ക്കും വേണ്ടി മത്സരിച്ചത്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നതും പ്രത്യേകതയായിരുന്നു. സഭയിലെ മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLAയുമായ G. സുധാകരനായിരുന്നു സഭയുടെ പ്രോട്ടേം സ്പീക്കർ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. പതിനാറാം നിയമസഭയിലെ സ്പീക്കർ പദവി അലങ്കരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമവായ മുഖം. രാഷ്ട്രീയ ജീവിതത്തിലെ അച്ചടക്കമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത്. മികച്ച സംഘാടകൻ, വാഗ്മയി, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ. തോൽവിയറിയാതെ 8 തവണ തുടർച്ചയായി നിയമസഭയിൽ. 4 തവണ അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അടൂർ സംവരണ മണ്ഡലമായപ്പോൾ പിന്നീട് സ്വന്തം തട്ടകമായ കോട്ടയം മണ്ഡലത്തിലേക്കെത്തി. ആഭ്യന്തരം, റവന്യൂ, ആരോഗ്യം, ഗതാഗതം, ജലസേചനം ഉൾപ്പെടെ 8 വകുപ്പുകൾ 2 മന്ത്രിസഭകളിൽ കൈകാര്യം ചെയ്ത വ്യക്തി. KSU കാലം മുതൽ തിരുവഞ്ചൂരിന്റെ സംഘാടക മികവ് പാർട്ടി തിരിച്ചറിഞ്ഞിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ദീർഘകാലം KPCC ജനറൽ സെക്രട്ടറി പദവിയും അലങ്കരിച്ചു. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ശിഷ്യനായി സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെയായിരുന്നു തിരുവഞ്ചൂർ കേന്ദ്രീകരിച്ചത്. നിലവിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷനാണ്. രാഷ്ട്രീയ എതിരാളികളോടുപോലും സൗമ്യഭാഷിയായും പെരുമാറുന്ന വ്യക്തിത്വത്തിന് ഉടമയായതിനാൽ നിയമസഭാ സ്പീക്കർ പദവി അലങ്കരിക്കാൻ യോഗ്യൻ തിരുവഞ്ചൂരെന്ന് പാർട്ടി ഉറപ്പിക്കുകയായിരുന്നു. ഒപ്പം നിയമസഭയിലെ തഴക്കവും സഭാ നടപടികളിൽ മുതൽക്കൂട്ടാകും. കോൺഗ്രസ് MLAമാരിൽ ഏറ്റവും മുതിർന്ന ആളാണ് തിരുവഞ്ചൂർ. മന്ത്രിയാകാൻ താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ഉയർന്ന പ്രോട്ടോകോൾ പദവി സന്തോഷപൂർവ്വമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റെടുത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പാഴ്സൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഐഷർ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ തൃശൂർ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ചെന്ത്രാപ്പിനി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരി കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാത കൊടകര പേരാമ്പ്ര ഫ്ളൈഓവറിന് സമീപം ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഐഷർ ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SIമാരായ P. ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, TR ഷൈൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിൽ മോഷണം. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പ് മോഷ്ടാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിൻവാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഓഫീസിലെ എല്ലാ മുറികളുടെയും പൂട്ട് തകർത്ത നിലയിലാണ്. ഹെൽത്ത് വിഭാഗം ഓഫീസിൽ വെച്ചിരുന്ന 2000 രൂപ മോഷണം പോയി. ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ഫയലുകൾ മോഷണം പോയതായി സൂചനയുണ്ട്. വിശദമായ അന്വേഷണത്തിന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് നിർദ്ദേശം നൽകും. നെടുപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം കിഴൂർ സ്വദേശി വടക്കേ തലയ്ക്കൽ വീട്ടിൽ ബാബുവാണ് അപകടത്തിൽ മരിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ലോറിയുടെ സൈഡിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് നഗരമധ്യത്തിൽ ചരക്ക് ലോറി ഇടിച്ച് കടകൾ തകർന്നു. കടയ്ക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന കടയുടമ രക്ഷപ്പെട്ടു. മഞ്ചേരിയിൽ നിന്നും അരി കയറ്റി പറവൂരിലേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നു പുലർച്ചെ ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുമ്പോഴാണ് നഗരമധ്യത്തിലെ ചക്കാല സ്റ്റോഴ്സ് സമീപത്തെ ബാർബർ ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയത്. അപകട സമയത്ത് ബാർബർ ഷോപ്പ് ഉടമ ശ്രീരാമൻ ഷോപ്പിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ കടയുടെ മുൻഭാഗം തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. കട തകർന്നതിനാൽ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് ചക്കാല സ്റ്റോഴ്സ് ഉടമ ഹുസൈൻ ചക്കാലക്കൽ പറഞ്ഞു. ഒരു ചരക്ക് ലോറി അരിയോടുമായിട്ട് അവർ മഞ്ചേരിയിൽ നിന്ന് പറവൂർ പോയിരുന്നു. അങ്ങനെ സെൻറ്റർ വഴി പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സെൻറ്ററിലെത്തിയപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ. അങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുത്താണ്. അപ്പോൾ നോക്കുമ്പോൾ അത് നേരെ നമ്മളെ ഷോപ്പിലേക്ക് കയറിയുണ്ടായിരുന്നു. എൻ്റെ ഷോപ്പ് മാത്രമല്ല, തൊട്ടപ്പുറത്ത് ഒരു ബാർബർ ഷോപ്പ് കൂടിയുണ്ട്. അത് രണ്ടും ഏകദേശം പരിപൂർണമായി തകർന്ന ഒരവസ്ഥയിലാണ്. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. യാഥാർത്ഥ്യമായാൽ ഭാരതപ്പുഴയിലെ 5ാമത്തെ പാലമാവും ഇത്. 11ാമത്തെ തൂണിന്റെ പണിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ട്രാക്കോട് കൂടിയ പാലമാണ് പണിയുന്നത്. 2 ദിശയിലേക്കും ട്രെയിനുകൾക്ക് അതിവേഗം ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. തൂണുകൾ നിർമ്മിക്കുന്നതിനായി ബീഹാറിൽ നിന്നാണ് യന്ത്രങ്ങൾ എത്തിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നുണ്ട്. പൈങ്കുളം റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങളാണ് ഭാരതപ്പുഴയിൽ അടുത്തടുത്തായി നിലകൊള്ളുക. പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് മുകളിൽ ഉദ്യോഗസ്ഥർക്ക് നടന്നുപോകാൻ 2 വശങ്ങളിലേക്കുമുള്ള നടപ്പാതയും തയ്യാറാക്കുന്നുണ്ട്. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരിയാക്കുന്നുമുണ്ട്. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനുമാകും. 450 കോടിയോളം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. TCV ചെറുതുരുത്തി. അറബിക്കടലിന്റെ മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഈ മാസം 26 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ചക്രവാത ചുഴിക്ക് പുറമെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം. സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാതല ഉദ്ഘാടനങ്ങൾ മന്ത്രിമാർ നിർവഹിക്കും. വിപുലമായ സ്വാഗത സംഘം രൂപീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിപാടികളിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വിദ്യാഭ്യാസ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ചേലക്കര എളനാട് മേപ്പാടം റോഡിൽ കൂടി അമിത ഭാരത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ടോറസ് വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം അമിതഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്നും ആലിഞ്ചുവട് ഭാഗത്ത്
കല്ല് റോഡിലേക്ക് വീണെങ്കിലും യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായത്. പ്രദേശത്ത് BMBC നിലവാരത്തിൽ പണിത റോഡുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും തകരുന്നത് തുടർ സംഭവമായിരിക്കുകയാണ്. നിർമ്മാണത്തിലെ അപാകതകൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ വിജിലൻസിലും PWDയിലും പരാതി നൽകിയിരുന്നു. ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു. ഒരു നൂറ്റാണ്ടോളമായി മഴവെള്ളം ഒഴുകിപ്പോയിരുന്ന തോട് സ്വകാര്യ വ്യക്തി നികത്തിയത് മണലൂർ പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് പൂർവ്വസ്ഥിതിയിലേക്കാക്കി. കാഞ്ഞാണി സിൽവർ ബാറിനോട് ചേർന്ന തോടാണ് നികത്തിയത്. വിവരമറിഞ്ഞെത്തിയ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് നികത്തൽ തടഞ്ഞു. മണലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് സംഭവം. പരമ്പരാഗതമായി വെള്ളമൊഴുകി തോട് നികത്തപ്പെട്ടതോടെ വർഷകാലത്തെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് വെള്ളയംതടം മിച്ചഭൂമി പ്രദേശങ്ങളിലെ 100ഓളം വീടുകൾ വെള്ളത്തിലാകുമെന്ന സ്ഥിതിയിലായി. പ്രദേശങ്ങളിലെ വെള്ളം നിലവിൽ നികത്തിയ തോട്ടിലൂടെ കടന്നാണ് കോതായിപ്പാടം വഴി പെരുമ്പുഴ പാടത്തേക്ക് ഒഴുകിപ്പോയിരുന്നത്. ഈ സൗകര്യം അടയുമെന്നായതോടെ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സ്ഥലത്തെത്തിയ അന്തിക്കാട് SHO കേഴ്സൺ V മാർക്കോസ് ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തോട് പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ചേറ്റുവ പാലത്തിലെ കുഴികൾ. പാലത്തിലെ ഇരുമ്പ് പട്ടകളും കമ്പിയും പുറത്തുവന്ന നിലയിലാണ്. പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ ദിനം പ്രതി വൻ തിരക്കാണ് ചേറ്റുവ പാലത്തിൽ അനുഭവപ്പെടുന്നത്. കണ്ടെയ്നർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ചേറ്റുവ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കുഴികൾ അടച്ച് വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. പൂമംഗലം പടിയൂർ സമഗ്ര കോൾ കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബണ്ട് റോഡ് മഴയിൽ ഇടിയുന്നു. പടിയൂർ പൂമംഗലം കോൾ വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബണ്ടാണ് മഴ ശക്തമായതോടെ അരികിടിയുകയും പല സ്ഥലത്തും കുത്തിയൊലിച്ചും പോകുന്നത്. ഇരിങ്ങാലക്കുട MLAയും മന്ത്രിയുമായിരുന്ന R ബിന്ദുവിന്റെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ വകയിരുത്തിയാണ് 240 ഹെക്ടറോളം വിസ്തൃതി വരുന്ന പൂമംഗലം പടിയൂർ കോൾ മേഖലയുടെ വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഫെബ്രുവരി ആദ്യമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. പടിയൂർ പൂമംഗലം പാടശേഖരത്തിൽ 1.3 കിലോമീറ്റർ ബണ്ട് റോഡ്, 2 സ്ലൂയിസുകൾ, മനക്കൽ കോൾപ്പാടത്ത് 50 HP പമ്പ് സെറ്റ്, എടക്കുളം പടിഞ്ഞാറെ പാടശേഖരത്തിൽ 20 HP പമ്പ് സെറ്റ്, 11ാം ചാൽ മേഖലയിൽ 5 HP മോണോ ബ്ലോക്ക് പമ്പ് സെറ്റ്, ഷൺമുഖം കനാലിൽ VCB കം സ്ലൂയിസ് ട്രാൻസ്ഫോമർ തുടങ്ങിയവയാണ് സമഗ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 1.3 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന ബണ്ട് റോഡാണ് മഴ പെയ്തതോടെ ഇടിഞ്ഞുപോകുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ ബണ്ട് മണ്ണിട്ടുയർത്തിയതെല്ലാം ഒലിച്ചുപോകുമെന്ന ആശങ്കയിലാണ് കർഷകരും പൊതുജനങ്ങളും. ഗുണമേന്മയുള്ള മണ്ണിട്ട് ബണ്ട് ബലപ്പെടുത്താതെ മണ്ണിട്ടു പോകുന്നതിനാലാണ് മഴ പെയ്യുമ്പോൾ കുത്തിയൊലിച്ചു പോകാൻ കാരണമെന്ന് BJP പടിയൂർ പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റികൾ കുറ്റപ്പെടുത്തി. തകർന്ന ബണ്ട് ഗുണനിലവാരത്തോടെ ഉടൻ പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പടിയൂർ പഞ്ചായത്ത് അംഗം ബിനോയ് കോലാന്ത്ര ജില്ലാ കളക്ടർക്കും KLDCക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി. എന്നാൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ബണ്ടിന്റെ ഇരുവശത്തും കയർ ഭൂവസ്ത്രം അണിയാനുള്ള തയ്യാറെടുപ്പിലാണെന്നും എന്നാൽ ഇടമഴ പെയ്തതാണ് തിരിച്ചടിയായതെന്നും പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കടങ്ങോട് പന്നിത്തടം മാത്തൂർ ചേമ്പൻസ് റോഡിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. 20ാം വാർഡംഗം സൈബുനിസ ഷറഫുവിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പന്നിത്തടം സെന്ററിലുള്ള കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് മാത്തൂർ ചേമ്പൻസ് റോഡിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. മേഖലയിലെ നിരവധി കുടുംബങ്ങൾ വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരുന്നു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള പണികൾ ആരംഭിച്ചത്. കഴിഞ്ഞ 10 മാസമായിട്ട് റോഡ് പണിയുടെ സമയത്ത് നമ്മുടെ 20ാം വാർഡിലെ ജൽജീവന്റെ പദ്ധതിയായ ഈ കുടിവെള്ള പൈപ്പിന്റെ പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് പൈപ്പ് പൊട്ടി ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഒരു പരിഹാരം കണ്ടില്ല. പഞ്ചായത്തുമായും
നമ്മൾ വാട്ടർ അതോറിറ്റിയുമായി PWയുമായി ബന്ധപ്പെട്ടിട്ടും ഒന്നും കാണാത്തതിന് ഞങ്ങൾ നേരിട്ട് കലക്ടർക്ക് പരാതി കൊടുത്തു. അതിന്റെ ഫലമായി അതിന് പരിഹാരം കണ്ടു. ഇന്ന് തൊട്ട് നമ്മുടെ പണി തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട കലക്ടർക്ക് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പരിസ്ഥിതി നിരീക്ഷണ ഉപകരണം വികസിപ്പിച്ചതിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ ഗവേഷകർക്ക് അന്താരാഷ്ട്ര പേറ്റന്റ് ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും പരിസ്ഥിതി മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും കഴിയുന്ന ഇലക്ട്രോണിക് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ഉപകരണത്തിന്റെ മാതൃകയാണ് വികസിപ്പിച്ചത്. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അന്തരീക്ഷത്തിലെ മലിനീകരണ നില, താപനില വ്യതിയാനങ്ങൾ, ഈർപ്പം തുടങ്ങിയ പരിസ്ഥിതി ഘടകങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഈ ഉപകരണം സഹായകരമാകുമെന്ന് ഗവേഷകർ അറിയിച്ചു. ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ NCPS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഏജിസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, നേതാക്കളായ EA ദിനമണി, M പത്മിനി, വിശാലാക്ഷി മല്ലിശ്ശേരി, UK ഗോപാലൻ, TG സുന്ദർലാൽ, അഡ്വക്കേറ്റ് KN വിവേകാനന്ദൻ, M ഗിരീശൻ, NYC സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത് എന്നിവർ സംസാരിച്ചു. ഇടവേള. Discover is Lavraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. ഇന്ധനവില വർധനവിനെതിരെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ട്രഷറർ TS ബൈജു അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് AM ജനാർദ്ദനൻ, ജോയിന്റ് സെക്രട്ടറി PV ഗിരീഷ്, PG സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ 1999 ബാച്ച് ഒരുക്കുന്ന ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ഗ്രാഫിക്സ് വർക്കുകളുടെയും പ്രദർശനം വർണ്ണസ്മൃതി ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. അക്കാദമി എക്സിബിഷൻ ഓഫീസർ ബാബു മോനും ചിത്രകാരൻ ജോമിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. AV ശ്രീകുമാർ അധ്യക്ഷനായി. വിവിധ മീഡിയങ്ങളിലായി 45 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നാട്ടിക മേഖലാ ബാലയരങ്ങ് സംസ്ഥാന കൺവീനർ TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനോ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി നിർവഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, ഷൈജൻ ശ്രീവത്സം, ഷീലാമണി, ഉണ്ണി വടക്കാഞ്ചേരി, ലത ഗുരുവായൂർ, പ്രസന്ന ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മതിലകം പഞ്ചായത്തും കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പകർച്ചവ്യാധി പ്രതിരോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM ആൽഫ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PP പ്രസീത, MA ബിനേഷ്, ഹസീന റഷീദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ക്രിയേറ്റീവ് അസ്മാബിയൻസ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കൺവീനർ TA നവാസ് അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം പെയ്തു തോരാത്ത മരങ്ങൾ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ നസറുദ്ദീൻ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. എഡിറ്റർ ജാസ്മിൻ കാവ്യപുസ്തക പരിചയം നടത്തി. ഡോക്ടർ KP സുമേധൻ, ബക്കർ മേത്തല, MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, നസീർ ബാബു, റഷീദ് ഓദിക്കൻ എന്നിവർ സംസാരിച്ചു. ഗ്രൂപ്പിൽ തന്നെ മാധ്യമ രംഗത്തെ സജീവ തയ്യാറായിരിക്കുന്നത്. അപ്പം പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ ഈ അടുത്ത് നമ്മുടെ അദ്ദേഹത്തിൽ നിന്ന് മറുപടി സ്വീകരിച്ച് AD 828 ഹൃദയവാൽവുകൾ തകരാറിലായ വ്യക്തി ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പൊക്കുളങ്ങര വെസ്റ്റിൽ താമസിക്കുന്ന നിർധന കുടുംബത്തിൽപ്പെട്ട നെടുങ്ങാട്ട് വേലായി മകൻ 56 വയസ്സുള്ള സദാനന്ദനാണ് സഹായം തേടുന്നത്.
10 മാസങ്ങൾക്ക് മുൻപ് ശ്വാസതടസ്സത്തെ തുടർന്ന് ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സദാനന്ദനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തുടർ പരിശോധനയിൽ ഹൃദയവാൽവുകൾ തകരാറിലാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. പിന്നീട് ശസ്ത്രക്രിയയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടത്ര പണമില്ലാത്തതിനാൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ മരുന്നുകളുടെ സഹായത്താലാണ് ജീവൻ നിലനിർത്തുന്നത്. ഇദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ അറിഞ്ഞ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് രക്ഷാധികാരിയായും KB സുരേഷ് ചെയർമാനും ജോൺ പുലിക്കോട്ടിൽ കൺവീനറുമായി സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കാനറ ബാങ്കിന്റെ ചേറ്റുവ ബ്രാഞ്ചിൽ സദാനന്ദന്റെ പേരിലുള്ള 6620800215 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായം അയയ്ക്കുക. TCV ന്യൂസ്, തൃപ്രയാർ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞലി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കിലത്ത, CP ഉണ്ണികൃഷ്ണൻ, ഷൈന ജോർജ്, ഫൗസിയ ഷാജഹാൻ, ജോർജ് സഫിലോ തുടങ്ങിയവർ സംസാരിച്ചു. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകൽ, ആയില്യപൂജ എന്നിവയുണ്ടായി. കടലൂർ ഇല്ലത്ത് ശ്രീകുട്ടൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി തെക്കേമഠത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മുൻ മേൽശാന്തി തെക്കേമഠത്തിൽ മോഹനൻ എമ്പ്രാതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,620 രൂപ, പവന് 1,16,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂരിന് ലഭിച്ചത് 101 അംഗങ്ങളുടെ പിന്തുണ. കൊടകരയിൽ പാഴ്സൽ ലോറിയിൽ കടത്തിയ രാസലഹരി റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിനി സ്വദേശി മുഹമ്മദ് ഫാസിൽ അറസ്റ്റ്. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിൽ മോഷണം. ഓഫീസ് മുറിയിലെ ലാപ്ടോപ്പ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കിഴൂർ സ്വദേശി ബാബുവാണ് മരിച്ചത്. ചാവക്കാട് ചരക്ക് ലോറി ഇടിച്ച് കടകൾ തകർന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. പുതിയ പാലത്തിനോട് ചേർന്ന നടപ്പാതയും ഒരുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിന്റെ മുകളിൽ ന്യൂനമർദ്ദപ്പാത്തിയും ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.